ongoing thing. ഹായ് ഫ്രണ്ട്സ്, അനിയാക്ക് എഡ്യൂടെക്കിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സിന്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് കണ്ടിട്ട് രണ്ടാമത്തെ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഫോക്കസ് പോയിന്റ് ആയിട്ടുള്ള സബ്സെറ്റ്സിനെ പറ്റിയിട്ടും അതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന മറ്റ് കാര്യങ്ങളും അതുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് സബ്സെറ്റ്സ് എന്നാണ്. സബ്സെറ്റിന്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം ഒന്ന് പറയാം. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ടു ബി ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള എവറി എലമെന്റ്, എയിലുള്ള എല്ലാ എലമെന്റും ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി, ബിയുടെ ഓരോ എലമെന്റ് ആയിട്ട് വന്നിരിക്കണം. അതായത് എയിലുള്ള എല്ലാ എലമെന്റും ബിയുടെ എലമെന്റ് ആണ് എങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് എ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്ന ഒരു സെറ്റാണ്. സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട്, അകത്ത് എലമെന്റ്സ് ഉണ്ട്, കോമ ഇട്ട് എലമെന്റ്സിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ബി എന്ന് പറയുന്നത് വേറൊരു സെറ്റാണ്. എയിൽ 3 എലമെന്റ്സ് ആണുള്ളത്, 1, 2, 3. എയിലുള്ള എല്ലാ എലമെന്റ്സും, അതായത് 1, 2, 3 എന്നീ എലമെന്റ്സ് ബിയിലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 3 ഉണ്ടായിരിക്കണം, ഒരെണ്ണം ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബിയിൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2, 3, 4, 5. അപ്പോൾ ഈ പറയുന്ന എയിലുള്ള 3 എലമെന്റ്സ് 1, 2, 3 എന്നീ എലമെന്റ്സ് ബിയിലും ഉള്ളത് കൊണ്ട് എവറി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി, ദെയർഫോർ എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അതായത് ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ് എ ഉണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 എന്ന് പറയുന്ന എലമെന്റ് എയിലുള്ള എലമെന്റ് ആയതുകൊണ്ട് 2 ബിലോങ്സ് ടു എ എന്നാണ് പറയുന്നത്. 2 ബിലോങ്സ് ടു എ അല്ലെ, 2 ബിലോങ്സ് ടു എ. അത് നമ്മൾ സിമ്പിൾ പുതിയതായിട്ട് പഠിച്ചിരുന്നു, എപ്സിലോൺ ആണ് സിമ്പിൾ. അപ്പോൾ എപ്സിലോൺ പറയുന്നത് ബിലോങ്സ് ടു എന്നാണ്. അതേപോലെ തന്നെ സബ്സെറ്റിനും ഒരു സിമ്പിൾ ഉണ്ട്, അത് സി ഇതുപോലെ നീട്ടി എഴുതിയേക്കുന്ന പോലെയാണ്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എ എഴുതി ഇങ്ങനെ ഒരു സിമ്പിൾ ഇടും. ഇതിനെ ഈസ് ദ സബ്സെറ്റ് ഓഫ് എന്നാണ് വായിക്കുന്നത്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലും ഉള്ളത് കൊണ്ട് ദാറ്റ് ഈസ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അതിനെ മറ്റൊരു തരത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇഫ് എ ബിലോങ്സ് ടു എ, എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, സ്മോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ഇഫ് സ്മോൾ എ ബിലോങ്സ് ടു സെറ്റ് എ, സെറ്റ് എയിൽ സ്മോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ ആ എലമെന്റ് തന്നെ സെറ്റ് ബിയിലും ഉണ്ടാകും. അതായത് എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള ഒരു എലമെന്റ് ആണ് സ്മാൾ എ എങ്കിൽ ആ എലമെന്റ് ബിയിലും ഉണ്ടായിരിക്കും. കാരണം എ ബിയുടെ സബ്സെറ്റ് ആണ്, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ടല്ലോ. അപ്പോൾ സ്മാൾ എ എന്ന് പറയുന്ന എലമെന്റ് ആണ് ക്യാപിറ്റൽ എ സെറ്റിൽ ഉള്ളതെങ്കിൽ സ്മാൾ എ എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാകണം. കാരണം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി തിരിച്ച് നമുക്കൊന്ന് നോക്കാം, ബി എയുടെ സബ്സെറ്റ് ആണോ? ബി എയുടെ സബ്സെറ്റ് ആണോ? ബി എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിൽ ഉണ്ടായിരിക്കണം. ബിയിൽ ഇപ്പോൾ 0 ഉണ്ട്, ആ എലമെന്റ് എയിലുണ്ടോ? ഇല്ല. ഒറ്റ എലമെന്റ് ഇല്ലെങ്കിൽ പോലും സബ്സെറ്റ് അല്ലെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ബി എയുടെ സബ്സെറ്റ് അല്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ് പറയേണ്ടത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് ബിലോങ്സ് ടു പറഞ്ഞതുപോലെ തന്നെ സബ്സെറ്റിന്റെ സിമ്പിൾ ഇട്ടിട്ട് ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുമ്പോൾ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് വായിക്കാം. ഇനി ഞാൻ വേണമെങ്കിൽ പുതിയൊരു സെറ്റ് എഴുതുന്നു, സി. സി ഈസ് ഈക്വൽ ടു സെറ്റ് 0, 3, 5. ഈ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണോ? ആണല്ലേ. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 0, 3, 5 എന്നുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉള്ളത് കൊണ്ട് സി ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പോൾ എലമെന്റ്സിന്റെ ഓർഡർ ഒന്നും ഒരു കാരണമേ അല്ല. ഇപ്പോൾ 0 ഇപ്പുറത്ത് വന്നിരുന്നെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നേനെ. ഇനി തിരിച്ച് നമ്മൾ പറയുമ്പോൾ സി ബിയുടെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ബി സിയുടെ സബ്സെറ്റ് ആണോ? കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. ബി സിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സും സിയിൽ ഉണ്ടായിരിക്കണം. ഇല്ലല്ലേ, 1ഉം 2ഉം 4ഉം ഒന്നും സിയിലില്ല. തിരിച്ച് സി ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ സിയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. സബ്സെറ്റിന്റെ ഒരു പ്രത്യേകിച്ചുള്ള 3 കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. സബ്സെറ്റിന്റെ ഫീച്ചേഴ്സ് ആണത്, പ്രോപ്പർട്ടീസ് ആണത്. എവരി സെറ്റ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. അതായത് ഓരോ സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്.
അതായത് ഇപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ വേറൊരു എ കൂടി എഴുതി, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആണല്ലോ. അപ്പോൾ എയുടെ സബ്സെറ്റ് ആണോ? സബ്സെറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? എവരി സെറ്റ് എ ഈ സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് ബി അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് എ ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് എ. അല്ലെ, എയിലുള്ള എല്ലാ എലമെന്റ്സും അടുത്ത എയിലും ഉണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഉണ്ടല്ലോ, ഏതൊരു സബ്സെറ്റിന്റെ എലമെന്റ്സും അതേ സബ്സെറ്റ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഏതൊരു സബ്സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഏതൊരു സെറ്റ് എയും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നൾ സെറ്റ് എന്താണെന്ന്, ഫോക്കസ് ഏരിയയിൽ അല്ലെങ്കിലും പഠിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റാണ് അല്ലെ. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സബ്സെറ്റ് ആയിട്ട് നൾ സെറ്റ് വരും. അപ്പൊ അത് സബ്സെറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്, അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് എഴുതിയാലും സെറ്റിന്റെ സബ്സെറ്റ് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ നൾ സെറ്റ് മറക്കാതെ എഴുതിയിരിക്കണം. ഇനി എന്താണ് സൂപ്പർ സെറ്റ് എന്ന് പറയുകയാണ്. ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി, ഈ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, എ എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ അല്ല, പക്ഷെ എ ബിയുടെ സബ്സെറ്റ് ആണ്. നമുക്കറിയാം അല്ലേ, എയും ബിയും ഈക്വൽ ആണെങ്കിലും ഈക്വൽ ആണെന്ന് എന്താണ്, എയിലുള്ള എലമെന്റ്സ് തന്നെയാണ് ബിയിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അങ്ങനെ അല്ല ഇവിടെ കണ്ടീഷൻ, എ നോട്ട് ഈക്വൽ ടു ബി ആണ്. എ ബിക്ക് ഈക്വൽ അല്ല. ഈക്വൽ സെറ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എ ബിക്ക് ഈക്വൽ അല്ല, പക്ഷെ എ ബിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിൽ എയെ നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്നും ബിയെ നമുക്ക് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയാം. അപ്പോൾ ഈ രണ്ട് വാക്കുകളും ചുമ്മാ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, ദെൻ എ ഈസ് കോൾഡ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കോൾഡ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. ഇനി അടുത്തത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകൾ. അപ്പോൾ നമുക്കറിയാം എവരി എലമെന്റ് ഓഫ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സെറ്റാണ്. ഉള്ള എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നാച്ചുറൽ നമ്പർ ആണെങ്കിലും ഇൻറ്റിജർ ആണെങ്കിലും റാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും ഇറാഷണൽ നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെ. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 0.1 റിയൽ നമ്പർ ആണ്, 1 റിയൽ നമ്പർ ആണ്, 2 3 3.5 അങ്ങനെ എല്ലാം റിയൽ നമ്പർ ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് അല്ലേ. കാരണം നാച്ചുറൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നാച്ചുറൽ നമ്പേഴ്സിലെ ഓരോ എലമെന്റും റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെന്റ് ആയിരിക്കണം. ഇപ്പോൾ 1 എന്ന് പറയുന്ന എലമെന്റ് റിയൽ നമ്പറിൽ ഉണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. 1 എന്ന് പറയുന്നുണ്ട്, 2 3 4 അങ്ങനെ തുടങ്ങി എല്ലാ നാച്ചുറൽ നമ്പറും റിയൽ നമ്പർ ആണ്. അപ്പോൾ റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പർ. ഇനി അടുത്ത ചോദ്യം, നാച്ചുറൽ നമ്പറിന്റെ സബ്സെറ്റ് ആണോ റിയൽ നമ്പർ? അപ്പോൾ അതിനെന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? അതായത് റിയൽ നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണോ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാ റിയൽ നമ്പറും നാച്ചുറൽ നമ്പറിൽ വരുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ 0 ഒരു റിയൽ നമ്പർ ആണ്, പക്ഷെ 0 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. ആ ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് പറയാം R is not a subset of n. വേറെയും കുറെ നമ്പർ ഉണ്ട്, 0.5 അല്ലെങ്കിൽ 1.5 ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റ നമ്പർ ആറിലുണ്ട് പക്ഷെ എന്നിലില്ല എന്ന് പറഞ്ഞാൽ പോലും R എന്നിന്റെ സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് പറയാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തത് Z ആണ്. Z എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Z എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഇൻഡിജേഴ്സിന്റെ റോസ്റ്റർ ഫോം എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ എക്സെട്ര ഉണ്ട്, കാരണം നെഗറ്റീവ് നമ്പേഴ്സ് ഇൻഫിനിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി വന്ന് എക്സെട്ര വന്ന് -3 -2 -1 0 1 2 3 എക്സെട്ര. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിജേഴ്സ് എഴുതുന്നത്. അപ്പോൾ ഈ ഇൻഡിജേഴ്സ് ഓരോന്നും റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇത് ഓരോന്നും റിയൽ നമ്പറിന്റെ സെറ്റിലും വരും. അതുകൊണ്ട് ഇൻഡിജർ എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി തിരിച്ച് റിയൽ നമ്പർ ഇൻഡിജറിന്റെ സബ്സെറ്റ് ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. ഇപ്പോൾ 0.5 എന്ന് പറയുന്ന നമ്പർ റിയൽ നമ്പറിൽ ഉൾപ്പെടും, പക്ഷെ ഇൻഡിജറിൽ ഉൾപ്പെടത്തില്ല. ഇപ്പോൾ റിയൽ നമ്പറിലുള്ള ഒരു എലമെന്റ് ഇസഡിൽ ഇല്ലെങ്കിൽ പോലും അത് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയാം അല്ലെ. ഇനി ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇതെങ്ങനെയാ വായിക്കുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ, പി കോമ ക്യൂ ബിലോങ്സ് ടു ഇസഡ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അതായത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്യൂ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കും, ക്യൂ 0 ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ റാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പർ ആയതുകൊണ്ട് ക്യൂ ഈസ് ദ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയാം. ഇനി തിരിച്ച്
6 ക്യൂവിൻ്റെ സബ്സെറ്റ് ആയിരിക്കുമോ? നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഇപ്പോൾ √2, √3, പൈ, ഈ നമ്പേഴ്സൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. √2, √3, പൈ ഒക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്നും റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ വരത്തില്ല. √2, √3, പൈ ഒന്നും റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ വരത്തില്ല. പക്ഷെ അത് റിയൽ നമ്പേഴ്സിൽ വരും. ഇപ്പോൾ റിയൽ നമ്പേഴ്സിലുള്ള എലമെന്റ്സ് ക്യൂവിൽ ഇല്ല എങ്കിൽ, അതായത് ആറിലുള്ള എലമെന്റ്സ് ക്യൂവിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? R ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. R ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് മാത്രം ആലോചിച്ചാൽ മതി. സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞത്. അടുത്തത് ഫോക്കസ് പോയിന്റിലുള്ളത് തന്നെയാണ്. ആറിന്റെ റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആയിട്ട് ഇന്റർവെല്ലുകൾ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ മനസ്സിലാക്കണമെന്ന് മാത്രം. അതായത് ജസ്റ്റ് ഒന്ന് ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. എയും ബിയും റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. എ ഈസ് ലെസ് ദാൻ ബി. എ ബിയേക്കാൾ ചെറുതാണ്. എയും ബിയും റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആൾജിബ്രൈക് ഫോമിലാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒരു എക്സാമ്പിൾ എടുക്കാം. എ എന്ന് പറയുന്നത് 3ഉം ബി എന്ന് പറയുന്നത് 5ഉം ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ A, B ബിലോങ്സ് ടു R, റിയൽ നമ്പറിലുള്ളതാണ്. എ ബിയേക്കാൾ ചെറുതാണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എയും ബിയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു സെറ്റ് പറയുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 അല്ലെ. ഇങ്ങനെ ഒരു സെറ്റ് നിങ്ങൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റും. നിങ്ങൾ ഇതിനകത്ത് എഴുതുമ്പോൾ 3നേക്കാളും വലുതാണ് 5നേക്കാൾ ചെറുതാണ്, 3നേക്കാൾ വലുതാണ് 5നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെറ്റിൽ സെറ്റ് 4 മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ഇത് തെറ്റാണ്. കാരണം നമ്മൾ അതിനെ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞില്ല. 3നേക്കാൾ വലുതും 5നേക്കാൾ ചെറുതുമായിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണ് ഈ പറയുന്ന 4. അല്ലാതെ ഒരുപാട് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൽ പെടും. എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ സെറ്റാണ്. അപ്പോൾ എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ അവിടെ ഇപ്പോൾ 3.5 വന്നു. 3.5ഉം 3നേക്കാൾ വലുതാണ് 5നേക്കാൾ ചെറുതാണ്. ഇനി പോട്ടെ 3.1 വന്നു. 3.1 3നേക്കാൾ വലുതാണ് 5നേക്കാൾ ചെറുതാണ്. 3.01 വന്നു. 3.001 വന്നു. 3.0001 വന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതേണ്ട ആദ്യത്തെ നമ്പർ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. 3.0001 ഉണ്ട്, 3.00001 ഉണ്ട്. അങ്ങനെ 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് ഒരുപാട് 0 ഇട്ടിട്ട് ഒരു 1 ഇട്ട് കഴിഞ്ഞാലും അത് 3യേക്കാൾ വലുതായിരിക്കും, 5നേക്കാൾ ചെറുതായിരിക്കും. ഇനി ലാസ്റ്റ് നമ്പർ എത്ര വരും? 4.9999 എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പോൾ അവിടെ ലാസ്റ്റ് നമ്പറും പറയാൻ പറ്റത്തില്ല, ഫസ്റ്റ് നമ്പറും പറയാൻ പറ്റത്തില്ല. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിന് ഇതാണ് പ്രശ്നം. അപ്പോൾ ഒരു നമ്പറിലും തുടങ്ങി അടുത്ത നമ്പറിലേക്ക് എത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ പോലും റിയൽ നമ്പേഴ്സിന് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്റർവെൽ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെറ്റിനെ ഒരിക്കലും നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അത് ഓർത്ത് വെച്ചേക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, 3നേക്കാൾ വലുതാണ് എക്സ്. അപ്പോൾ ഒരിക്കലും 3 വരത്തില്ല. 5നേക്കാൾ ചെറുതാണ് എക്സ്, പക്ഷെ ഒരിക്കലും 5 വരത്തില്ല. പക്ഷെ ആദ്യത്തെ നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എഴുതുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇന്റർവെലിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. അതായത് നമ്മൾ എ എഴുതി, ബി എഴുതി, എന്നിട്ട് നമ്മൾ നോക്കും എ എന്ന് പറയുന്ന ഈ സെറ്റിലുണ്ടോ? എ ഇല്ല. എയേക്കാളും വലിയ നമ്പേഴ്സ് മാത്രമേ ഈ സെറ്റിൽ വരത്തുള്ളൂ അല്ലെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കും. ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി തിരിച്ച് ബി ഉണ്ടോ? ബി ഇല്ല. ബിയേക്കാളും ചെറിയ നമ്പർ മാത്രമേ ഈ സെറ്റിലുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മളൊരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കും. ഇത് വായിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ A, B എന്നാണ്. അപ്പോൾ എവിടെയെങ്കിലും ഓപ്പൺ ഇന്റർവൽ 3,5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 3നേക്കാളും വലുതും 5നേക്കാൾ ചെറുതുമായിട്ടുള്ള റിയൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സെറ്റ് ആണ് അതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ക്ലോസ്ഡ് ഇന്റർവൽ A, B. ഓപ്പൺ ഇന്റർവെൽ കൊടുത്തത് എ എന്ന് പറയുന്ന സാധനത്തിനും ബി എന്ന് പറയുന്ന സാധനവും അതിനകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഉള്ളപ്പോഴാണ് ക്ലോസ്ഡ് ഇന്റർവെൽ കൊടുക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ്, ഇത് ഞാൻ എഴുതിയത് എക്സ് തന്നെ കൊടുക്കണമെന്നില്ല, വൈ ആയാലും ഇസഡ് ആയാലും ഏത് വേരിയബിൾ കൊടുത്താലും മതി, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ കണ്ടില്ലേ, എ ഒന്നുകിൽ വൈയേക്കാൾ വലുതാണ് അല്ലെങ്കിൽ എ വൈക്ക് ഈക്വൽ ആണ്. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എയും വരും, എയേക്കാൾ വലിയ നമ്പേഴ്സും വരും. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നപ്പോൾ ബിയും വരും, ബിയേക്കാൾ ചെറിയ നമ്പേഴ്സും വരും. ഓക്കെ, അപ്പോൾ എ അതിന് വരുന്നത് കൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ ഇട്ടു, കോമ ബി വരുന്നത് കൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ ഇട്ടു. ഇത് നമ്മൾ വായിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ A, B എന്നാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ A, B. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 3,5 പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 3,5. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും.
ഓക്കെ, എക്സോ വൈയോ എന്ത് വേണോ കൊടുക്കാം. ഇനി അടുത്തത് രണ്ടെണ്ണം ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്ക് മാത്രം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, ബിക്ക് ലെസ് ദാൻ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ബി ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല, എ ഉണ്ടാകും അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ എയുടെ അടുത്ത് ക്ലോസ് ഇന്റർവൽ വിടും, ബിയുടെ അടുത്ത് ഓപ്പൺ ഇന്റർവൽ വിടും. ഇത് നമ്മൾ വായിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ എ കോമ ബി ഇൻക്ലൂഡിങ് എ ബട്ട് നോട്ട് ബി എന്നാണ്. അപ്പോൾ അങ്ങനെ വായിച്ചു പഠിക്കണമെന്നില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എ കോമ ബി ആണ്, എ ഉണ്ടാകും ബി ഉണ്ടാകില്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആണെങ്കിൽ എ ഇല്ല ബി ഉണ്ട് അല്ലെ. ഓപ്പൺ ഇന്റർവെൽ അടുത്താണ് എ ഉള്ളതെങ്കിൽ എ ഇല്ല, പക്ഷെ ബി ഉണ്ട്. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടെ നമ്മൾ കേൾക്കേണ്ടത് വേറൊരു രീതിയിൽ ഓപ്പൺ ഇന്റർവെലിനെയും ക്ലോസ്ഡ് ഇന്റർവെലിനെയും നമുക്ക് കാണിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ലൈൻ ആണ്. നമ്പർ ലൈൻ ആണ് നമ്മൾ നോക്കുന്നത്, നമ്പർ ലൈൻ അല്ലെ. നമ്പർ ലൈനിൽ എയും ഉണ്ടാകും ബിയും ഉണ്ടാകും. അപ്പോൾ ഒരു സെറ്റ് പറഞ്ഞു, സെറ്റ് പറയുമ്പോൾ അവിടെ എ ഇല്ല ബി ഇല്ല, അതിനകത്തുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓപ്പൺ ഇന്റർവൽ എ കോമ ബി ആണ്. അതേപോലെ ഈ നമ്പർ ലൈനിൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും, ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ ആ ഡോട്ടിന് കളർ കാണത്തില്ല, അകത്ത് ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഡോട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഓപ്പൺ ഇന്റർവൽ എ കോമ ബി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ എയും ബിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സെറ്റ് പറയുന്നതെങ്കിൽ ഇവിടെ കറുപ്പിക്കും, ഇവിടെ ഷെയ്ഡഡ് ഡോട്ട് ആയിരിക്കും അല്ലെ, ഷെയ്ഡഡ് ഡോട്ട് ആയിരിക്കും. അപ്പോൾ ഈ എ മുതൽ ഉൾപ്പെടും, എ മുതൽ ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആ സെറ്റിൽ കാണും. ഇനി ഇവിടെയാണെങ്കിൽ കണ്ടോ, ക്ലോസ് ഇന്റർവെലിന് പകരമാണ് ഈ ഷെയ്ഡഡ് ഡോട്ടും, ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെലിന് പകരമാണ് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഡോട്ടും ഉള്ളതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത് എത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ഇന്റർവെൽസ് എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളോട് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പവർ സെറ്റിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഓർത്ത് വെച്ചേക്കുക. പവർ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ആ സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഇപ്പോൾ എയുടെ പവർ സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ്സിന്റെ സെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. അപ്പോൾ അതിന്റെ പവർ സെറ്റ് എന്താണെന്ന് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ എയുടെ സബ്സെറ്റുകൾ എഴുതണം. അപ്പോൾ എയുടെ സബ്സെറ്റുകൾ എഴുതാൻ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു എവരി നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതി, എയുടെ സബ്സെറ്റുകളാണ് എഴുതാൻ പോകുന്നത്, ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതി. ഇനി അടുത്തത് നമ്മൾ ഈ എലമെന്റ്സിനെ ഓരോന്നായിട്ട് എഴുതാം, അതായത് സെറ്റ് 1. അപ്പോൾ സെറ്റ് 1 എന്ന് പറയുന്നത് സെറ്റ് 1 2ന്റെ സബ്സെറ്റ് ആണ്. അടുത്തത് സെറ്റ് 2. ഓക്കെ, അപ്പോൾ ഓരോ എലമെന്റ്സ് ഉള്ള സെറ്റ് തീർന്നു. ഇനി സെറ്റ് 1 2 ഞാൻ പറഞ്ഞു എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് ഒരു സെറ്റ് എന്ന് പറയുന്നത് ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എയുടെ സബ്സെറ്റ്. ഇനി നമ്മൾ പറഞ്ഞു പവർ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഈ പവർ സെറ്റിന്റെ സെറ്റ് ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സെറ്റിന്റെ പവർ സെറ്റ് എഴുതണമെങ്കിൽ ആ സെറ്റ് എഴുതണം, ആ സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതണം. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് ആണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ ആ സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതണം. എന്നിട്ട് ചുറ്റിനും ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഇതാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ സംഭവം കൂടി ഓർത്ത് വെച്ചേക്കുക. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് എം ആണ്. അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ എം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന സെറ്റിൽ എം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എങ്കിൽ പി ഓഫ് എ, പവർ സെറ്റ് ഓഫ് എയുടെ പവർ സെറ്റിൽ 2m എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പവർ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എയിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ എക്ക് 2m സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. എക്ക് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ എയുടെ സബ്സെറ്റ്സ് 2m ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് 2m എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പോൾ എയിൽ ഇപ്പോൾ 2 എലമെന്റ്സ് ആണുള്ളത്, എയിൽ 2 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ എക്ക് എത്ര സബ്സെറ്റ് കാണും? 2 4. പവർ സെറ്റ് ഓഫ് എക്ക് എത്ര എലമെന്റ്സ് കാണും? 4 എലമെന്റ്സ് തന്നെ ആയിരിക്കും. കണ്ടില്ലേ, 1 2 3 4. അപ്പോൾ ഇതാണ് 4 സബ്സെറ്റ്, പവർ സെറ്റ് ഓഫ് എയുടെ 4 എലമെന്റ്സും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് കുറേ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ എല്ലാം കൂടി ഒരു സൂപ്പർ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 8 12, ബി 3 5 6, സി 2 5 8 11. ഇതെല്ലാം ഈ സെറ്റിന്റെ സബ്സെറ്റുകളാണ്. ഞാൻ മുഴുവൻ എഴുതിയില്ല, 1 2 3 എക്സെട്ര 11 12.
അപ്പോൾ ഈ സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഈ 3 സെറ്റും. അപ്പോൾ ഒരു വലിയ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അവിടെ കുറച്ച് കൊച്ചു സെറ്റുകൾ പറയുന്ന നേരത്ത് ഈ കൊച്ചു സെറ്റുകളെല്ലാം വലിയ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എങ്കിൽ ഈ യുവിനെ അല്ലെങ്കിൽ ഈ വലിയ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് യു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ബാക്കി സെറ്റുകളെല്ലാം ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും എന്ന് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് എക്സസൈസ് 1.3 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യത്തില്ല. ബാക്കി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ എക്സസൈസ് 1.3 ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ സബ് ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പാടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ ചെയ്യാത്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റാണ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നത്. സെറ്റ് 1, 2, സെറ്റ് 3, 4, 5. അപ്പോൾ എക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്? നിങ്ങൾ പറയും 1, 2, 3, 4, 5 എലമെന്റ്സ് ഉണ്ടെന്ന്. തെറ്റാണ്. ഈ കോമ വേണം നോക്കാൻ. 1, 2 ഇത് ഇത്രയും ഒരു എലമെന്റ് ആണ്. സെറ്റ് 3, 4 എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ മിഠായിയുടെ കേസ് പറയുന്നു. ഇപ്പോൾ ഒന്നാമത്തെ മിഠായി ഇവിടെ എടുത്ത് വെച്ചു, രണ്ടാമത്തെ മിഠായി ഇവിടെ എടുത്ത് വെച്ചു, പിന്നെ ഒരു മിഠായി 2 മിഠായി നമ്മൾ 3 എന്ന് പറയുന്നൊരു മിഠായിയും 4 എന്ന് പറയുന്ന മിഠായിയും കൂടി ഒരു കവറിലാക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചു, പിന്നെ 5 എന്ന് പറയുന്നൊരു മിഠായിയും വെച്ചു. അപ്പോൾ ഇവിടെ മൊത്തം എത്ര സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എണ്ണേ ഉള്ളൂ. മൂന്നാമത്തെ നാലാമത്തെ മിഠായി ഒരു കവറിലാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത്തെ എലമെന്റ് 1 ആണ്, രണ്ടാമത്തെ എലമെന്റ് 2 ആണ്, മൂന്നാമത്തെ എലമെന്റ് സെറ്റ് 3, 4 ആണ്, നാലാമത്തെ എലമെന്റ് 5 ആണ്. ഇനി നമുക്ക് നോക്കാം, സെറ്റ് 3, 4 എയുടെ സബ്സെറ്റ് ആണോ? അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ സെറ്റിനകത്തുള്ള അല്ലെ, നമ്മൾ സബ്സെറ്റ് ആണെന്ന് എങ്ങനെ നോക്കുക? ഈ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റും എയിലുള്ള എലമെന്റ് ആണോ നോക്കുക. ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഏതാണ്? 3ഉം 4ഉം. 3 ഇതിനകത്തുണ്ടോ? 3 ഇതിനകത്തില്ല. 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. ഉണ്ടോ? സെറ്റ് 3, 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, പക്ഷെ അതിൽ കാര്യമില്ല. 3 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് കാണണം. ഇപ്പൊ സെറ്റ് 3, 4 ഈസ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? ഇൻകറക്റ്റ് ആണ്, മനസ്സിലാക്കുക. ഇനി അടുത്തത് സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെന്റ് ആണ്. കണ്ടില്ലേ, 2 കഴിഞ്ഞാൽ വരുന്ന എലമെന്റ് ആണ് സെറ്റ് 3, 4. അപ്പൊ അത് ശരിയാണ്. ഇനി അടുത്തത് സെറ്റ് 3, 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ നമ്മൾ എങ്ങനെയാ അത് കറക്റ്റ് ആണോ നോക്കുന്നത്? സെറ്റിനുള്ളിൽ വരുന്ന എലമെന്റ്സ് എയിലുണ്ടോ നോക്കുക. സെറ്റിനുള്ളിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, സെറ്റിനുള്ളിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ. ആ എലമെന്റ് ഏതാണ്? സെറ്റ് 3, 4. സെറ്റ് 3, 4 ആണ് സെറ്റിനുള്ളിലെ എലമെന്റ്. അപ്പോൾ ഈ സെറ്റ് 3, 4 എയിലുള്ള എലമെന്റ് ആണോ? സെറ്റ് 3, 4 എയിലും ഉണ്ടല്ലേ. അപ്പോൾ ഈ സെറ്റിലുള്ള എലമെന്റുകളെല്ലാം എയിലും ഉള്ളത് കൊണ്ട് അതിനെ സബ്സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. ഇനി നൾ സെറ്റ് എയിൽ ബിലോങ്സ് ടു ആണോ? നൾ സെറ്റ് ബിലോങ്സ് ടു എ കറക്റ്റ് ആണോ? നൾ സെറ്റ് ബിലോങ്സ് ടു എ കറക്റ്റ് ആണോ? അപ്പോൾ ഒരിക്കലും അല്ല. നൾ സെറ്റ് എയിൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഉള്ള ഒരു എലമെന്റ് ആയിട്ട് നൾ സെറ്റ് വരണം. 1, 2 സെറ്റ് 3, 4 5 പോലെ കോമ നൾ സെറ്റ് എന്ന് വരണം, അല്ലെങ്കിൽ 5 എന്ന് വരണം. അപ്പോൾ 5 ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, അല്ലെങ്കിൽ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് ഇത് ശരിയാണ്. ഇനി സെറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ, അത് തെറ്റാണ്. അതെങ്ങനെയാ പറയുക? സെറ്റ് 5 എന്ന് പറയുന്ന സബ്സെറ്റ് ആകണമെങ്കിൽ സെറ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ള എലമെന്റ് എയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? സെറ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ള എലമെന്റ് എയിൽ ഉണ്ടോ? ഇല്ല. എയിൽ ഉണ്ടാകണമെങ്കിൽ ഇവിടെ 5 ഉണ്ടായിരിക്കണം. അപ്പൊ അതില്ലാത്തതുകൊണ്ട് ഇത് ഫോൾസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. ഈ സെറ്റുകളുടെ സബ്സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെറ്റ് എയുടെ സബ്സെറ്റ് എഴുതണം അല്ലെ. നമ്മൾ ആദ്യമേ പറഞ്ഞു നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഇനി ആ സെറ്റ് തന്നെ ആ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഇനി വേണമെങ്കിൽ ശരിയാണോ നോക്കാൻ എന്ത് ചെയ്യണം? സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. 2 അവിടെയുള്ള നമ്പർ എത്രയാണോ അത്രയും. അപ്പോൾ ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരു എലമെന്റ് ആണ്. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 2 സബ്സെറ്റ്സ് ആയിരിക്കും. 2 സബ്സെറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ശരിയാണ്. ഇനി എ, ബിയുടെ സബ്സെറ്റ് നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം നൾ സെറ്റ് എഴുതും, അടുത്തത് സെറ്റ് എ എഴുതി, അടുത്തത് സെറ്റ് ബി എഴുതും, അടുത്തത് സെറ്റ് എ, ബി എഴുതും. അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കൂ.
2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 2⁻2 ഈസ് ഈക്വൽ ടു 4 സബ്സെറ്റ് ഉണ്ടാകും. 1 2 3 4. അപ്പോൾ അത് കറക്റ്റ് ആണ്. പിന്നെ അതിനകത്ത് ഒരു സബ്സെറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി സെറ്റ് 1 2 3യുടെ സബ്സെറ്റുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നൾ സെറ്റ് ആദ്യമേ നമ്മൾ എഴുതി, സെറ്റ് 1 എഴുതി, അടുത്തത് സെറ്റ് 2 എഴുതി, അടുത്തത് സെറ്റ് 3 എഴുതി, അടുത്തത് സെറ്റ് 1 2 എഴുതണം. സെറ്റ് 1 2, സെറ്റ് 1 2, അടുത്തത് സെറ്റ് 1 3, അടുത്തത് സെറ്റ് 2 3, അടുത്തത് സെറ്റ് 1 2 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റുകൾ എഴുതുന്നത്. അതായത് 1 എഴുതി, സെറ്റ് 1 എഴുതി, സെറ്റ് 2 എഴുതി, സെറ്റ് 3 എഴുതി, സെറ്റ് 1 2 എഴുതി, സെറ്റ് 1 3 എഴുതി, സെറ്റ് 2 3 എഴുതി, സെറ്റ് 1 2 3 എഴുതി. അപ്പോൾ നമുക്ക് നോക്കാം. 3 എലമെന്റ്സ് ആണ് ഈ സെറ്റിലുള്ളത്. അപ്പോൾ സബ്സെറ്റ് എത്ര കാണും? 2⁻3 ഈസ് ഈക്വൽ ടു 8 സബ്സെറ്റ് കാണും. 1 2 3 4 5 6 7 8 ഉണ്ട് അല്ലെ. ഇനി നൾ സെറ്റിന്റെ സബ്സെറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. ഇപ്പോൾ നൾ സെറ്റ് എഴുതി. ഇനി ആ സെറ്റിൽ വേറെ എലമെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സെറ്റിന് ഒറ്റ സബ്സെറ്റേ ഉള്ളൂ. നമ്മുടെ ഈ കണ്ടീഷൻ വെച്ചത് ശരിയാണോ നോക്കാം. നൾ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 0 ആണല്ലേ. 2⁻0 സബ്സെറ്റുകൾ കാണും. 2⁻0 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒരു സബ്സെറ്റ് മാത്രമേ നൾ സെറ്റിനുള്ളൂ. അത് നൾ സെറ്റ് തന്നെയാണ്. അടുത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി എലമെന്റ്സ് ഹാസ് പി ഓഫ് എ ഇഫ് എ ഈസ് ഈക്വൽ ടു നൾ സെറ്റ്? എ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെങ്കിൽ പി ഓഫ് എയിൽ എത്ര എലമെന്റ്സ് കാണും? അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് m ആണെങ്കിൽ പി ഓഫ് എ 2⁻m ആയിരിക്കും. ഇപ്പോൾ നമ്പർ ഓഫ് എ ഇവിടെ എത്രയാണ്? നൾ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 0 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പി ഓഫ് എ നമ്മൾ എങ്ങനെ പറയും? നമ്പർ ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പി ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ്. ഈസ് ഈക്വൽ ടു 2�0. 2⁻0 എത്രയാണ്? 1. അപ്പോൾ പി ഓഫ് എയിൽ ഒറ്റ എലമെന്റേ കാണും. ഇനി ഇവിടെ പി ഓഫ് എ എഴുതാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പി ഓഫ് എ ഈസ് ഈക്വൽ ടു എയുടെ സബ്സെറ്റ് നമ്മൾ എഴുതി. എയുടെ സബ്സെറ്റ് ഏതാണ്? നൾ സെറ്റ് ആണ്. ഇനി അതിന് ചുറ്റും ഒരു സെറ്റ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് പവർ സെറ്റ് ഓഫ് എ ആണ്. ഇപ്പോൾ നൾ സെറ്റ് സെറ്റ് 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്നല്ല ഇതിന്റെ അർത്ഥം. 5 ഈ സബ്സെറ്റിന്റെ സബ്സെറ്റ് ആണ്. പവർ സെറ്റ് പറയുമ്പോൾ നമുക്ക് പവർ സെറ്റ് ഒരു സെറ്റ് ആയതുകൊണ്ട് ചുറ്റിനും ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇന്റർവെൽ എഴുതാനായിട്ട് നമ്മൾ ചെയ്യുന്നത് -4, ഇവിടുത്തെ ആദ്യത്തെ എലമെന്റ് -4, 6 അത് നമ്മൾ എഴുതി. ഇനി -4 ഈ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കും. എങ്ങനെ നോക്കുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ നോക്കും. ഇല്ല. അപ്പോൾ അവിടെ ഓപ്പൺ ഇന്റർവൽ ഇട്ട് കൊടുക്കുന്നു. 6 ഉണ്ടോ നോക്കും. ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ 6 ഉള്ളത് കൊണ്ട് നമ്മൾ ക്ലോസ് ഇന്റർവൽ ഇട്ട് കൊടുക്കും അല്ലെ. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ -12, -10 രണ്ടിടത്തും -12ഉം 12നും ഈക്വൽ ടു ഇല്ല, -10നും ഈക്വൽ ടു ഇല്ല. അപ്പോൾ രണ്ടിടത്തും ഓപ്പൺ ഇന്റർവൽ ഇട്ട് കൊടുക്കും. ഇനി 0, 7 0 ഉണ്ടല്ലേ. അപ്പോൾ ക്ലോസ് ഇന്റർവൽ ഇട്ട് കൊടുക്കും. 7 ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ ഇന്റർവൽ. ഇവിടെ ആണെങ്കിൽ 3, 4 3ക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, 4നും ഉണ്ട്. അപ്പോൾ രണ്ടിനും നമ്മൾ ക്ലോസ് ഇന്റർവൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ക്ലോസ് ഇന്റർവൽ 3, 4. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് നേരെ തിരിച്ച് ഇന്റർവെൽ ഉണ്ട്, അത് സെറ്റ് ബിൽഡർ ഫോമിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ -3, 0 നമ്മൾ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഇത്രയും നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ നോക്കണം ഈക്വൽ ടു കൊടുക്കണോ വേണ്ടതെന്ന്. ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്, അപ്പോൾ ഇവിടെ ഈക്വൽ ടു കൊടുക്കണ്ട. ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്, അപ്പോൾ ഇവിടെയും ഈക്വൽ ടു കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മറന്നു പോകരുത്, ഇങ്ങനെ എഴുതിയിട്ട് പൊക്കളയരുത്. ഇത് നോക്കണം. ഇനി 6ന്റെ അവിടെ ക്ലോസ് ഇന്റർവൽ ആണോ? ആണ്. അപ്പോൾ അവിടെ ഈക്വൽ ടു വരും. 12ന്റെ അവിടെ ക്ലോസ് ഇന്റർവൽ ആണോ? അപ്പോൾ അവിടെയും ഈക്വൽ ടു വരും. ഇനി ഓപ്പൺ ഇന്റർവൽ 6, 12 ക്ലോസ് ഇന്റർവൽ ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12 എന്ന് എഴുതി. 6ന്റെ അവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്, വര വേണ്ട. 12ന്റെ അവിടെ ക്ലോസ് ഇന്റർവൽ ആണ്, വര വേണം. ഓക്കെ. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -23 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് നമ്മൾ എഴുതി. 23ന്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണുള്ളത്, അപ്പോൾ അവിടെ വര ഇട്ട് കൊടുത്തു. 5ന്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, അപ്പോൾ അവിടെ വര വേണ്ട. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എക്സസൈസ് 1.3 ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ മനസ്സിലായാൽ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക് എഡ്യൂടെക്.